ലക്ഷ്മി ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ ഒരു കാര്യത്തോട് ആദ്യമേ ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തട്ടെ. ഇവിടെ രണ്ട് മുന്നണികളുടെ കൂടെയും ചെറു പാർട്ടികൾ കൂടുന്നുണ്ട് എന്ന് ലക്ഷ്മി ഒരു വാക്ക് പറഞ്ഞു. ആ വാക്കിനോട് ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. രണ്ട് മുന്നണികളുടെയും കൂടെ മതരാഷ്ട്രവാദികളും മത തീവ്രവാദികളും കൂടുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. നോക്കൂ, ദൂരവ്യാപകമായ ഒരു പ്രത്യാഘാതം കേരളത്തിൽ ഇത് സൃഷ്ടിക്കുമെന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല. 4 വോട്ടിന് വേണ്ടി എന്ത് തന്തയില്ലായ്മയ്ക്കും കൂട്ടുനിൽക്കുന്ന രണ്ട് മുന്നണികളായി കേരളത്തിലെ ഈ രണ്ട് മുന്നണികൾ മാറുകയാണ്. നോക്കൂ, ഈ രാജ്യത്തൊരു മതരാഷ്ട്രം വേണമെന്ന് പറഞ്ഞ സംഘടന ജമാഅത്ത് ഇസ്ലാമി ഇന്ത്യയുടെ ഒരു തെരഞ്ഞെടുപ്പിലും പങ്കെടുക്കയില്ല എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയ ഒരു സംഘടനയാണത്. ഇവിടെ ഞങ്ങൾക്കൊരു ഗവൺമെന്റ് ജോലി ഞങ്ങളുടെ ആർക്കും വേണ്ട എന്ന് പറഞ്ഞുണ്ടാക്കിയ സംഘടനയാണത്. അങ്ങനെ ഞങ്ങൾക്ക് ആവശ്യം ഇന്ത്യ ഒരു മതരാജ്യമാകണം, ഇന്ത്യ ഒരു മുസ്ലിം രാജ്യമാകണമെന്നും മറ്റുള്ളവരെല്ലാം കാഫറുകളാണെന്നും പ്രഖ്യാപിച്ച് നിലവിൽ വന്ന സംഘടനയാണ്. മറ്റൊരു ഭാഗത്ത് CPM-ന് പിന്തുണ കൊടുക്കുന്ന സംഘടനയാണ് PDP. CPM-ന്റെ തന്നെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞ സഖാബ് നായനാർ പറഞ്ഞത് മദനിയെ പിടിച്ചു കൊടുത്തില്ലായിരുന്നെങ്കിൽ കേരളം മുഴുവൻ ഈ മദനി കുട്ടിച്ചോറാക്കുമായിരുന്നു എന്ന് ആ വ്യക്തി പറഞ്ഞേ. നോക്കൂ, ബാംഗ്ലൂരിൽ നിരവധി സ്ഫോടനങ്ങൾ നടത്തി, കോയമ്പത്തൂരിൽ നിരവധി സ്ഫോടനങ്ങൾ നടത്തി. ഒരു മതരാഷ്ട്രത്തിനു വേണ്ടി കേരളത്തെ മുഴുവൻ പ്രസംഗത്തിലൂടെ മാറ്റിയെടുക്കാൻ ശ്രമിച്ച ഒരു തീവ്രവാദിയായിരുന്നു മദനി. ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ വോട്ട് എങ്ങനെയായാലും കുഴപ്പമില്ല, എന്ത് തീവ്രവാദം വേണമെങ്കിലും നിങ്ങൾ നടത്തിക്കോ, ഞങ്ങൾക്ക് ജയിച്ചാൽ മതി എന്ന് മാത്രം പറയുന്ന ഒരു നിലവാരത്തിലേക്ക് കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ അടങ്ങുന്ന ഇന്ത്യ മുന്നണി മാറുമ്പോ ദൂരവ്യാപകമായ പ്രത്യാഘാതം സംഭവിക്കും. ഇതിന് കൈയടിക്കുന്ന നിലവാരത്തിലേക്ക് ഈ രണ്ട് മുന്നണികളെ നേതാക്കൾ മാറുകയാണ്. ഇന്നിപ്പോ UDF-ന്റെ നേതാവ് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനോട് പത്രപ്രവർത്തകർ ചോദിക്കുക, ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയാം, നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ. നോക്കൂ, ഇവര് രണ്ടുപേരും ഈ മതരാഷ്ട്രം വേണമെന്ന് പറയുന്ന ആളുകളുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ഒരു തന്റേടം ഇവരുടെ ഏതെങ്കിലും യൂത്ത് പ്രവർത്തകർക്കെങ്കിലും കാണിച്ചുകൂടെ? നിങ്ങൾ വോട്ട് മേടിച്ചോ, എന്നാൽ ഒരു യൂത്തിന്റെ രണ്ട് വിഭാഗത്തിന് യൂത്ത് ഉണ്ടല്ലോ, പേരിനെങ്കിലും DYFI എന്ന് പറയുന്ന അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന രണ്ട് യുവജന സംഘടനകൾ ഇവർക്കുണ്ടല്ലോ, ഇവരെ കൊണ്ടെങ്കിലും ഒരു വാക്ക് പറയിപ്പിച്ചുകൂടെ? ഞങ്ങൾക്ക് അതുപോലും പറയാനുള്ള ധൈര്യമില്ലാതെ എന്തിനും ഞങ്ങൾ കൂട്ടുനിൽക്കും, കേരളത്തിലും നിങ്ങൾക്ക് ബോംബ് പൊട്ടിക്കണമെങ്കിൽ പൊട്ടിക്കാം, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്തോ, ഞങ്ങൾക്ക് 10 വോട്ട് തന്നാൽ മതി എന്ന് പറയുന്ന ഒരു നോക്കൂ, ഈ ജമാഅത്ത് ഇസ്ലാമി 2 ദിവസം മുമ്പ് ചെയ്തൊരു കാര്യം, സ്റ്റുഡിയോ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു ഏറ്റവും വലിയ ഒരു പ്രസ്ഥാനമായ ടാറ്റയുടെ ഒരു സ്ഥാപനത്തെ ഇവർ ആ പെരുന്നാൾ തിരക്ക് വരുന്ന ദിവസം ഇവർ എല്ലാവരും പറയുക ബോയ്ക്കോട്ട് ചെയ്യണം, ആ സ്ഥാപനം നമുക്കിവിടെ വേണ്ട. എന്നിട്ട് പറയാ, അദ്ദേഹം ടാറ്റ പോലെ ഇന്ത്യക്ക് വേണ്ടി അല്ലെങ്കിൽ കോവിഡ് സമയത്തൊക്കെ എന്റെ മുഴുവൻ സമ്പത്തും വേണമെങ്കിൽ ഞാൻ ഇന്ത്യക്ക് കൊടുക്കും, എന്റെ രാജ്യമാണ് എനിക്ക് വലുതെന്ന് അങ്ങനെ പറഞ്ഞ ഒരു ചെയർമാൻ ഉണ്ടായിരുന്ന പ്രസ്ഥാനമാണ് ടാറ്റ. ആ ടാറ്റ പോലെയുള്ള ഒരു പ്രസ്ഥാനത്തെയൊക്കെ അവര് അതിനെതിരെ വരെ എന്താ പറയാ ഒരു ബോയ്ക്കോട്ട് നടത്തുന്ന ഒരു മതരാഷ്ട്രം വേണമെന്ന് ഇന്നും അവരുടെ രഹസ്യ യോഗങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഘടന ജമാഅത്ത് ഇസ്ലാമി. ഇവർക്ക് ആർക്കെങ്കിലും പറയാൻ കഴിഞ്ഞോ? ഇന്നിപ്പോ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുടെ പിതാവ് ആര്യാടൻ മുഹമ്മദ് എന്ന് പറഞ്ഞ വ്യക്തി ജീവിച്ചിരുന്നെങ്കിൽ ഈ ആര്യാടൻ ഷൗക്കത്തിന്റെ മുഖത്ത് 2 അടി അടിച്ചിട്ട് പറഞ്ഞേനെ, ഈ മത തീവ്രവാദികളുടെ വോട്ട് വാങ്ങിയിട്ട് നീ നിൽക്കേണ്ട അവസ്ഥ നിനക്ക് വന്നോടാ എന്ന് ചോദിച്ചേനെ. അങ്ങനെയുള്ള മൂല്യമുള്ള നേതാക്കളൊക്കെ ഇന്ന് കോൺഗ്രസിനെ വിട്ടുപോയി. കരുണാകരനെ പോലുള്ള മൂല്യമുള്ള ആളുകൾ കോൺഗ്രസിനെ വിട്ടുപോയതിന്റെ ആ ഒരു മൂല്യച്യുതിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഈ രണ്ട് മുന്നണിയും. നായനാറിനെ പോലെ ഒരു നേതാവ് ഇന്ന് CPM-ൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അദ്ദേഹം പറയുമായിരുന്നു, PDP-യെ പോലെയുള്ള അല്ലെങ്കിൽ ഈ കോയമ്പത്തൂരിലും ബാംഗ്ലൂരിലും കേരളത്തിൽ ഉൾപ്പെടെ നിരവധി ബോംബ് സ്ഫോടനങ്ങൾ നടത്തി ഈ രാജ്യത്തെ കലുഷിതമാക്കാൻ ശ്രമിക്കുന്ന ഒരു മത തീവ്രവാദ സംഘടന വോട്ട് നമ്മൾക്ക് വേണ്ട എന്ന് പറയാൻ കഴിയുന്ന ഒരു നായനാരിനെ പോലുള്ള ഒരു നേതാവ് ഈ സംസ്ഥാനത്തുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ലക്ഷ്മി, 4 വോട്ടിന് വേണ്ടി രാജ്യത്ത് എന്ത് തീവ്രവാദം വേണമെങ്കിലും നടത്തിക്കോ എന്ന് പറയുന്ന നിലവാരത്തിൽ ഈ രണ്ട് മുന്നണിയും വന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം.